BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 17-കാരിയായ ദേശീയ ഷൂട്ടിംഗ് താരത്തിന് പീഡനം, പരിശീലകന് സസ്പെൻഷൻ. ഹരിയാനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ദേശീയ ഷൂട്ടിംഗ് പരിശീലകനെ സസ്പെൻഡ് ചെയ്തു. ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ അങ്കുഷ് ഭരദ്വാജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 17 വയസ്സുള്ള ഷൂട്ടിംഗ് താരത്തെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഫരീദാബാദ് പോലീസ് കേസെടുത്തു. ഡൽഹിയിലെ ഡോക്ടർ കർണി സിംഗ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടന്ന ദേശീയതല ഷൂട്ടിംഗ് മത്സരത്തിനിടെയാണ് സംഭവം. ഫരീദാബാദിലെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഷൂട്ടിംഗ് മത്സരത്തിലെ പ്രകടനം വിലയിരുത്താനാണെന്നും പറഞ്ഞ് പരിശീലകനായ അങ്കുഷ് ഭരദ്വാജ് സൂരജ് കുണ്ടിലെ ഹോട്ടലിലേക്ക് കായിക താരത്തെ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് മുറിയിലെത്തിച്ച് പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. പുറത്തു പറഞ്ഞാൽ ഭാവി നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും 17-കാരിയായ താരത്തിന്റെ പരാതിയിലുണ്ട്. NIT ഫരീദാബാദിലെ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കായിക താരം പരാതി നൽകിയത്. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത ഫരീദാബാദ് പോലീസ് സാക്ഷികളിൽ നിന്നും മൊഴിയെടുത്തു. നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 13 ദേശീയ ഷൂട്ടിംഗ് പരിശീലകരിൽ ഒരാളാണ് അങ്കുഷ് ഭരദ്വാജ്. പരാതിയെ തുടർന്ന് അങ്കുഷ് ഭരദ്വാജിനെ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പുതിയ 5 ജില്ലകൾ കൂടി വേണം ആവശ്യവുമായി VT ബൽറാം. കേരളത്തിൽ പുതിയ ജില്ലകൾ വേണം എന്ന ആവശ്യവുമായി KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കേരളത്തിൽ നിലവിൽ 5 ജില്ലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ബൽറാം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. വ്യക്തിപരമായ അഭിപ്രായമാണിതെന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായം അല്ലെന്നും ബൽറാം പറയുന്നു. ഇപ്പോഴത്തെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയ ജില്ല കൂടി ആവാം. എറണാകുളം, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല കൂടി ആവാം. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി 2 പുതിയ ജില്ലകൾക്ക് കൂടി സാധ്യതയുണ്ട്. 3 ജില്ലകളെ 5 ആക്കാം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു പുതിയ ജില്ല കൂടിയാവാം എന്നാണ് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലുമില്ലാതെ നടുക്കടലിലേക്ക് എടുത്തു ചാടുകയാണല്ലോ സർ. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതിൽ പ്രതികരണവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. കപ്പൽ ആടി ഉലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇടാതെ നടുക്കടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സർ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. CPIM സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസ് ഇന്നായിരുന്നു BJPയിൽ ചേർന്നത്. 35 വർഷമായി ഇടതുപക്ഷവുമായി സഹകരിച്ചിരുന്നുവെന്നും പഴയ ആശയവുമായി നിന്നാൽ വികസനമുണ്ടാവില്ലെന്നും റെജി ലൂക്കോസ് പറഞ്ഞു. അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയല്ല കേരളത്തിന് വേണ്ടത്. കേരളത്തിന് വേണ്ടത് വികസനം. BJPക്ക് വേണ്ടി ഇനി പ്രവർത്തിക്കും. BJP നടത്തുന്ന വികസനം താൻ കുറച്ചുനാളായി ശ്രദ്ധിക്കുന്നു. ഉത്തരേന്ത്യയിൽ നടത്തിയ വികസന പ്രവർത്തനം യാത്രക്കിടെ താൻ കണ്ടു. BJPയെ വർഗീയവാദികളെന്ന് വിളിച്ച CPIM കുറച്ചുകാലമായി വർഗീയത പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ പ്രതികരിക്കുന്നത് അഡ്വക്കേറ്റ് BN ഹസ്കറിനെ തിരുത്തി CPIM. ഇടതു നിരീക്ഷകർ അഡ്വക്കേറ്റ് BN ഹസ്കറിനെ തിരുത്തി CPIM. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുതെന്ന് നിർദ്ദേശം. കൊല്ലം ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദാണ് BN ഹസ്കറിനെ തിരുത്തിയത്. എന്നാൽ നിലപാടാണ് പറഞ്ഞതെന്ന് അഡ്വക്കേറ്റ് BN ഹസ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ചാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് BN ഹസ്കർ വിമർശിച്ചിരുന്നു. ഇതാണ് CPIM നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് CPIM ഹസ്കറിന് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കാം, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുത് എന്നുമായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായ K സോമപ്രസാദിന്റെ നിർദ്ദേശം. എന്നാൽ കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്ന് ഹസ്കർ യോഗത്തിൽ മറുപടി നൽകി. തലായി ലതേഷ് വധക്കേസ് 7 RSS BJP പ്രവർത്തകർ കുറ്റക്കാർ, ശിക്ഷാവിധി ഉച്ചയ്ക്ക്. CPIM നേതാവ് തലായി ലതേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1 മുതൽ 7 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. RSS BJP പ്രവർത്തകരാണ് പ്രതികൾ. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ശിക്ഷ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS BJPക്കാരായ തലായി പൊക്കായി ഹൌസിൽ P സുമിത്, കൊമൽ വയൽ വിശ്വവസന്തത്തിൽ KK പ്രജീഷ് ബാബു, തലായി ബംഗാളി ഹൌസിൽ B നിതിൻ, പുലിക്കൂൽ ഹൌസിൽ K സനൽ എന്ന ഇട്ടു, പാറേമൽ ഹൌസിൽ SP ജോഷ് എന്ന തട്ടിക്കുട്ടൻ, കുനിയൽ ഹൌസിൽ സജീഷ് എന്ന ജിഷു, പഴയ മഠത്തിൽ V ജയേഷ് എന്നിവരെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരാണെന്ന്
കണ്ടെത്തിയത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നിഖില വിമലിന്റെ പെണ്ണ് കേസ് ജനുവരി 10 തിയേറ്ററുകളിൽ. പ്രശസ്ത ചലച്ചിത്ര താരം നിഖില വിമലിനോടൊപ്പം ഹക്കീം ഷാജഹാൻ, രമേശ് പിഷാരടി, അജു വർഗീസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്യുന്ന പെണ്ണ് കേസ് ജനുവരി 10 പ്രദർശനത്തിനെത്തുന്നു. ഇർഷാദ് അലി, അഖിൽ കവലയൂർ, കുഞ്ഞികൃഷ്ണൻ മാഷ്, ശ്രീകാന്ത് വെട്ടിയാർ, ജയകൃഷ്ണൻ, പ്രവീൺ രാജ, ശിവജിത്ത്, കിരൺ പീതാംബരൻ, ഷുക്കൂർ, ധനേഷ്, ഉണ്ണി നായർ, രഞ്ജി കങ്കോൾ, സഞ്ജു സനിച്ചൻ, അനാർക്കലി, ആമി, സന്ധ്യ മനോജ്, ലാലി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. പിഞ്ചു കുഞ്ഞുമായി ആനയ്ക്കരികെ അഭ്യാസം, പാപ്പാനും കുട്ടിയുടെ അച്ഛനും പിടിയിൽ. ഹരിപ്പാട് പിഞ്ചു കുഞ്ഞുമായി ആനയ്ക്ക് മുൻപിൽ സാഹസം, പാപ്പാനും കുട്ടിയുടെ അച്ഛനും പിടിയിൽ. കുട്ടിയുടെ അച്ഛൻ കൊട്ടിയം അഭിലാഷിനെയാണ് പെരുമ്പാവൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 5 മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ ആനയുടെ കൊമ്പിലിരുത്തുകയായിരുന്നു. ആനയുടെ താൽക്കാലിക പാപ്പാൻ കൊല്ലം കൊട്ടിയം സ്വദേശി അഭിലാഷിന്റേതാണ് കുട്ടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.